मेरे प्यारे बच्चों सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चों ठीक है ना എല്ലാ മക്കളും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് പബ്ലിക് എക്സാം ആണ് നിങ്ങളുടെ ഈ അധ്യയന വർഷത്തെ 6ാം ക്ലാസ്സിലെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് വരാനുള്ളത് നല്ല സെറ്റ് ആയിട്ട് നമുക്ക് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് സൈലം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളും സൈലത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സാറിന് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഇനി അങ്ങോട്ടുള്ള 5ാമത്തെ യൂണിറ്റ് അല്ലെ 5ാമത്തെ യൂണിറ്റ് ആണ് ഇനി പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാകാനായിട്ടുള്ളത് അല്ലെ അതേപോലെ നമ്മുടെ ആദ്യത്തെ 4 യൂണിറ്റും പ്ലസ് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം വരുന്ന 5ാമത്തെ യൂണിറ്റും അങ്ങനെ വരുന്ന മുഴുവൻ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന പബ്ലിക് എക്സാമിനുള്ള ചോദ്യങ്ങൾ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട് ജമീ കോ ജാദു ആതാ ഹേ അല്ലെ ഭൂമിക്ക് മാജിക് അറിയാം എന്നുള്ള ഒരു കവിത എന്റെ മക്കൾക്ക് ഇനി പഠിക്കാനുണ്ട് ഈ പാഠഭാഗത്തിൽ അതേപോലെ മാർച്ച് മാസത്തെ കുറിച്ചുള്ള സംസ്മരണാത്മക ലേഖ് അഥവാ ഓർമ്മക്കുറിപ്പ് നമുക്ക് എഴുതാനുണ്ട് അല്ലെ പഠിക്കാനുണ്ട് നല്ല അടിപൊളി ഒരു ഓർമ്മക്കുറിപ്പാണത് അത് നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ ധൂപ് കി സന്തൂക്ക് ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ് ധൂപ് കി സന്തൂക്ക് പെട്ടിയാണ് സന്തൂക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ വെയിലിന്റെ പെട്ടി എന്ന് പറയുന്ന ഒരു കവിത കൂടി ഈ അധ്യയന വർഷത്തെ 5ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അപ്പൊ 3 യൂണിറ്റിന് നമുക്ക് ഈ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ ജമീ കോ ജാദു ആതാ ഹേ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലെ പാഠഭാഗത്തിലെ ഒരു ആക്ടിവിറ്റിയാണ് മാഷ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് എഴുതിയത് ആരാണടാ മക്കളെ ഇത് ഗുൽസാറിന്റെ ഒരു ജമീ കോ ജാദു ആതാ ഹേ എന്ന് പറയുന്ന ഒരു കവിതയാണ് എന്താണ് ജമീ കോ ജാദു ആതാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഭൂമിക്ക് എന്തറിയാം ഭൂമിക്ക് മാജിക് അറിയാം അല്ലെ ഭൂമിക്ക് മാജിക് അറിയാം അല്ലെ ഭൂമിക്ക് മാജിക് അറിയോ എന്താണ് ഭൂമിക്ക് മാജിക് അറിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ ആ പാഠഭാഗത്തിന് ലൈവ് ഒക്കെ ആയിട്ട് മാഷ് വന്നിട്ടുണ്ട് അപ്പൊ ആ ലൈവ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണണം അപ്പൊ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലിഖേ നിങ്ങളോട് പറയാം എഴുതാൻ വേണ്ടിയിട്ടാണ് എന്റെ മക്കളോട് പറയുന്നത് എന്താ പറയുന്നത് കവി കെ അനുസാർ ജമീ ക്യാ ക്യാ ജാദു ദിഖാത്തി ഹേ കവി കെ അനുസാർ അല്ലെ കവി അല്ലെ നമ്മുടെ എഴുതിയ ഗുൽസാറിന്റെ കവിയുടെ അനുസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിയുടെ അഭിപ്രായത്തിൽ ജമീ എന്ന് പറഞ്ഞാൽ ഭൂമിയാണല്ലോ അല്ലെ ജമീ എന്ന് പറഞ്ഞാൽ ഭൂമിയല്ലേ അപ്പൊ ജമീ ഭൂമി ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അല്ലെ ക്യാ എന്തെല്ലാം ജാദു ദിഖാത്തി ഹേ എന്തെല്ലാം മാന്ത്രികതയാണ് അല്ലെ എന്തെല്ലാം മാജിക് ആണ് അല്ലെ മാജിക് എന്ന് കൊടുക്കാം മാജിക് ആണ് കാണിക്കുന്നത് മാജിക് ആണ് ദിഖാത്തി ഹേ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അതായത് കവിയുടെ അഭിപ്രായത്തിലാണ് നമ്മളോട് പറഞ്ഞത് കവിയുടെ അഭിപ്രായത്തിൽ എന്തെല്ലാം മാജിക്കുകളാണ് ഭൂമി കാണിക്കുന്നത് അപ്പൊ നമ്മൾ ആ പാഠഭാഗം ആ ലൈവ് കണ്ടതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പൊ ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഗർ മേം അമ്രൂദ് ബീൻജു അമ്രൂദ് ദേത്തി ഹേ അമ്രൂദ് എന്ന് പറഞ്ഞാൽ എന്താണെടാ പേരക്കയാണ് അല്ലേ പേരക്ക അപ്പൊ അമ്രൂദ് പേരക്ക നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പേരക്കന്റെ നമ്മൾ എന്ത് ചെയ്തു പേരക്കന്റെ തൈ നമ്മൾ ഭൂമിയിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പേരക്കയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും ദേത്തിഹേ നൽകുന്നു പേരക്ക എന്ത് ചെയ്യും തിരിച്ചു നൽകും ഇത് ഭൂമിയുടെ ഒരു മായാജാലാണ് നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചത് അപ്പൊ പേരക്ക കൊടുത്തു കഴിഞ്ഞാൽ ഭൂമി നമുക്ക് എന്ത് ചെയ്യും പേരക്ക തിരിച്ചു നൽകും അതേപോലെയുള്ളത് നമ്മൾ ആ പാഠഭാഗം അടിസ്ഥാനപ്പെടുത്തി നമ്മളോട് എഴുതാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത്തരത്തിൽ എഴുതാം അഗർ മേം ജാമൂൻ കി ഗുഡലി ഡാലോ തോ ജാമൂൻ ദേത്തി ഹേ അല്ലെ എന്താണ് ജാമൂൻ കി ഗുഡലി അല്ലെ അത് ഞാവൽപ്പഴം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഞാവൽപ്പഴം ഭൂമിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു തരും ഇനി അതേപോലെ അഗർ ഗുലാബി ഗുലാബി നമുക്കറിയാം റോസ് പൂവാണ് അല്ലെ റോസാപ്പൂവ് അല്ലെ അപ്പൊ റോസാപ്പൂവിന്റെ ചെടി നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് റോസാപ്പൂവായിട്ട് തന്നെ നമുക്ക് തിരിച്ചു നൽകും അത് നമുക്കൊരു നമ്മുടെ കവിയുടെ അഭിപ്രായത്തിൽ ഭൂമിക്ക് മാജിക് അറിയാം എന്ന് കാണിക്കുന്നതിന് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം പിന്നെ അതേപോലെ നീമ്പു നാരങ്ങ കൊടുത്ത് ഭൂമിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് തന്നെ തിരിച്ചു തരും നീമ്പു ദേത്തി ഹേ നീമ്പുവായിട്ട് തന്നെ തിരിച്ചു തരും അതേപോലെ അഗർ മേ കരേല ബീഞ്ചു തോ കരേല ദേത്തി ഹേ നമ്മൾ കയ്പ അല്ലെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും ഭൂമിക്ക് കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യും തിരിച്ചു നൽകും
ഇത്തരത്തിൽ കവിയുടെ അഭിപ്രായത്തിൽ ആ പാഠഭാഗം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ക്ലിയർ അല്ലേ? അതിൽ എന്റെ മക്കൾക്ക് സംശയമൊന്നുമില്ലല്ലോ, സെറ്റ് അല്ലേ? ഇനി നമ്മളോട് ഇതിൽ ഒരു ചോദ്യം പാടെ നമുക്ക് ഇത്തരത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? അപ്നി ഓർ സെ ജമീ കി ദോ തീൻ ജാദു ലിഖേ. നിങ്ങളോട് പറയാണ് അപ്നി നിങ്ങളുടെ ഓർ സെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ പറഞ്ഞേ, ജമീക്ക് ഭൂമിക്ക് അല്ലെ, ഭൂമിയുടെ ആ ദോ തീൻ ഭൂമിയുടെ എന്താ പറഞ്ഞത് ആ ഭൂമിയുടെ എന്തെന്ന് പറഞ്ഞു മക്കളെ? ഭൂമിയുടെ ദോ തീൻ രണ്ടോ മൂന്നോ അല്ലെ, ഭൂമി ദോ പറഞ്ഞാൽ 2, തീൻ എന്ന് പറഞ്ഞാൽ 3, 2 3 ജാദു ലിഖേ മാജിക് എഴുതുക. അപ്പം നമ്മുടെ കവിയുടെ അഭിപ്രായത്തിൽ ഭൂമിക്ക് നമ്മൾ എന്തെടുത്തു, പേരക്ക കൊടുത്താലും റോസാപ്പൂ കൊടുത്താലും നാരങ്ങ കൊടുത്താലും കയ്പ കൊടുത്താലും ഒക്കെ ഭൂമി അതേപോലെ തിരിച്ചു നൽകും. അത് കവി ആ കവിതയിലൂടെ ജമീക്കോ ജാദു ആത്താഹെ ഭൂമിക്ക് മാജിക് അറിയാം എന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാ. അതേപോലെ നമ്മുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഭൂമിയുടെ 2 3 മാജിക് എഴുതാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ മാഷ് ഇവിടെ തന്നിട്ടുണ്ട്. പീനേക്കാ പാനി. എന്താ അങ്ങനെ പറഞ്ഞാൽ? പീനേക്കാ പാനി പറഞ്ഞാൽ കുടിവെള്ളം അല്ലെ, കുടിവെള്ളം എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ കിണറുണ്ടാവൂലേ, അത് നമ്മൾ ഭൂമി കുഴിച്ച് ആണ് നമ്മളെ ഭൂമിയിൽ അടിയിലേക്ക് പോയിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത് അല്ലെ. അത് ഭൂമിയുടെ ഒരു മാജിക് ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? ഫൂലോം കി ഖുശ്ബു. എന്താ അങ്ങനെ പറഞ്ഞാൽ? പൂക്കളുടെ എന്താണടാ അവിടെ പറയുന്നത്? പൂക്കളുടെ സുഗന്ധം അല്ലെ. ആ പൂക്കളുടെ സുഗന്ധം എങ്ങനെ വരുന്നത് അല്ലെ? അതൊരു ഭൂമിയുടെ മാജിക് ആയിട്ട് നമുക്ക് കണക്കാക്കിയൂടെ? നാരിയൽ കാ പാനി അല്ലെ. നാരിയൽ കാ പാനി എന്താ? യെസ്, എന്താണടാ നാരിയൽ കാ പാനി? യെസ്, നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് അല്ലെ, ഇളനീര്, തേങ്ങാവെള്ളം അല്ലെ. നമുക്ക് പറയാം നാരിയൽ കാ പാനി അല്ലെ, നമ്മുടെ തേങ്ങയിൽ ഉണ്ടാകുന്ന വെള്ളം. അത് ഭൂമിയുടെ ഒരു മാജിക് ആയിട്ട് നമുക്ക് കണ്ടൂടെ? നമ്മൾ എന്ത് ചെയ്യും, തെങ്ങിന് വേണ്ട ആ തെങ്ങിൻ തൈ നമ്മൾ എന്ത് ചെയ്യും, ഭൂമിയിൽ കുഴിച്ചിടും അല്ലെ. അത് വലുതായി തെങ്ങായി വന്ന് അതിൽ തേങ്ങയൊക്കെ ഉണ്ടാവും അല്ലെ. ആ തേങ്ങയിലുള്ളിലുള്ള ആ ഒരു തേങ്ങാവെള്ളമൊക്കെ എന്താണ്, ഭൂമിയുടെ മാജിക്കിൽ നിന്ന് സംഭവിക്കുന്നതായിട്ട് നമുക്ക് പറയാം. അതേപോലെ കരയിലേക്ക് കട്ട്വാഹട്ട് അല്ലെ. എന്താ അങ്ങനെ? കയ്പയുടെ എന്താണ്, കയ്പിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. കട്ട്വാഹട്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? കയ്പാണ് അല്ലെ, കയ്പ് അല്ലെ. കരയിലെ എന്ന് പറഞ്ഞാൽ എന്താ? കയ്പയാണ്. അപ്പൊ കയ്പയുടെ ആ കയ്പിനെ അല്ലെ, അത് നമ്മള് ഭൂമിയിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കി അതിൽ നിന്നും വരുന്ന ആ കയ്പങ്ങ കഴിക്കുമ്പോൾ എന്താണ്, വളരെ ഒരു കയ്പായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഭൂമിയുടെ മാജിക് ആയിട്ട് പറയാം. പെട്രോളിയം ജയ്സെ ഇന്ധൻ അല്ലെ. പെട്രോളിയം നമ്മൾ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് കുഴിച്ചിട്ടാണ് ആ വിദേശ രാജ്യത്തൊക്കെ ആ സൗദിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ആ ഉണ്ടാക്കുന്നത് പെട്രോളിയം ഭൂമി കുഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് എവിടുന്ന് വന്നു അല്ലെ? അത് എവിടുന്ന് വന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് അല്ലെ. അപ്പൊ അത് ഭൂമിയുടെ മാജിക്കിൽ നിന്നുണ്ടാകുന്നതല്ലേ. അപ്പൊ പെട്രോളിയം ജയ്സെ ഇന്ധനം, അതുപോലെയുള്ള ഇന്ധനങ്ങളും ആ ഭൂമിയിലെ ആ ഒരു മാജിക് ആയിട്ട് നമ്മുടെ അഭിപ്രായത്തിൽ നമുക്ക് എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് 2 3 ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ കഴിയുന്ന 2 3 നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പൊ പീനെ കാ പാനി, ഫൂലോം കി ഖുശ്ബു, നാരിയൽ കാ പാനി, കരയിലേക്ക് കട്ട്വാഹട്ട് അല്ലെ, കയ്പയുടെ കയ്പ്, പെട്രോളിയം ജയ്സെ ഇന്ധൻ, പെട്രോളിയം പോലുള്ള ഇന്ധനങ്ങൾ. ഇതൊക്കെ നമ്മുടെ അഭിപ്രായത്തിൽ നമുക്ക് 2 3 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് ജമീക്കോ ജാദു ആത്താഹെ എന്ന നമ്മുടെ കവിതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കൂലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ ഗുൽസാറിന്റെ അഭിപ്രായത്തിൽ കവിതയിൽ എന്തെല്ലാം ഭൂമിയുടെ മാജിക് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് തോന്നുന്ന മാജിക്കിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എഴുതൂലേ? യെസ്, എഴുതൂലടാ. എഴുതുന്നുള്ള മക്കളൊക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് ഏത് വന്നാലും എഴുതുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, തയ്യാറാവണം. അപ്പൊ നമ്മുടെ തുടർന്നുള്ള ലൈവുകളിലും അതേപോലെ നമ്മുടെ കോണ്ടന്റ് വീഡിയോ ഒക്കെ എന്റെ എല്ലാ മക്കളും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കാണണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഓക്കെ. അപ്പൊ സെറ്റ് ആണെങ്കിൽ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.